എവിടുന്നേ മുഹിയുദ്ദീൻ എന്ന പേര് കിട്ടിയത്? ബാപ്പട്ട പേര് അബ്ദുൽ ഖാദിർ എന്നല്ലേ? അപ്പം മുഹിയുദ്ദീൻ ഇപ്പം നമ്മളെ കൂട്ടത്തിൽ താജുൽ ഉലമ എന്ന് എൻ്റെ വണ്ടൂരിലെ അഭിവന്ദരായ ഷെയ്ഖുന വഫാത്തായ വണ്ടൂരിൽ വഫാത്തായി മറപ്പെട്ട ഷെയ്ഖുന, നിങ്ങൾക്കറിയാൻ വേണ്ടി പേര് പറയട്ടെ, സദഖത്തുല്ലാ മുസ്ലിയാർ നവറല്ലാഹു മർക്കദഹു. അള്ളാഹു മഹാനരുടെ ഹക്ക് ജാഹു ബർക്കത്ത് കൊണ്ട് അള്ളാഹു ഇരു ലോകത്തും നമ്മെ വിജയിപ്പിക്കുമാറാവട്ടെ. മഹാനർക്ക് എവിടുന്നേ താജുൽ ഉലമ എന്ന് കിട്ടിയത് എന്ന് ചോദിച്ചാൽ, ആ താജുൽ ഉലമ കിട്ടിയത് ഒരു സംഭവമാണെങ്കിൽ അവർ പറയും. അല്ലാതെ ജനിക്കുമ്പം താജുൽ ഉലമ എന്ന് ആരും ഇടാറില്ലല്ലോ, ഇട്ടുടായില്ല. ജനിക്കുമ്പോൾ ഇട്ടുടാവുന്നില്ല. അന മക്തൂബുൻ ഇൻദല്ലാഹി ഖാതമൻ നബിയീൻ ഖാല റസൂലുള്ളാഹി. അള്ളാഹിന്റെ അടുക്കൽ ഖാതമൻ നബിയീൻ എന്ന പേര് റൂഹി ലോകത്ത് പോലും ഉണ്ടാകുന്നതിന് മുൻപ് അഷ്റഫുൽ വറാ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. റൂഹി ലോകത്ത് വന്നതിന് ശേഷം റസൂലുള്ളാഹിക്ക് ആ സ്ഥാനവും പദവിയുമുണ്ട്. എന്ന പോലെ മഹാന്മാർക്കും മഹത്തുക്കൾക്കും അത്തരം പദവികൾ അംബിയാവിനും ഔലിയാവിനും ഉണ്ടാകാം, നിഷേധിക്കുകയല്ല. പക്ഷെ ഷെയ്ഖ് തങ്ങളവർക്ക് മുഹിയുദ്ദീൻ എന്ന് പേര് കിട്ടിയത് ഹിജറ 511 കൊല്ലം ഒരു വെള്ളിയാഴ്ചയാണ് എന്ന് അദ്ദേഹം വിവരിക്കുന്നു. ഞാൻ ബഗ്ദാദിലേക്ക് മടങ്ങുകയാണ് ഒരു യാത്ര കഴിഞ്ഞ്. വഴിമധ്യേ ഒരു രോഗി വീണ് കിടക്കുന്നു വഴിയിൽ. ആ രോഗി വീണ് കിടക്കുമ്പോൾ അയാൾ എന്നെ വിളിച്ചു, യാ അബ്ദുൽ ഖാദിർ എന്ന് വിളിച്ചു. അപ്പം എന്നെ അറിയുന്ന ആലേക്കാരെന്ന് കരുതി ഞാൻ ചെന്ന് നോക്കുമ്പോൾ അദ്ദേഹം വളരെ ക്ഷീണിതനാണ്, വളരെ പരിക്ഷീണനായ അദ്ദേഹം എനിക്കൊന്ന് ഇരിക്കണ്ടീനു, ഒന്ന് എഴുന്നേറ്റിരിക്കണ്ടീനു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ താങ്ങണം. ഞാൻ കൈപിടിച്ച് എഴുന്നേൽപ്പിച്ച് അദ്ദേഹത്തെ ഇരുത്തി. വല്ലാതെ അവശനായിരിക്കുന്നു. അവശനായ അദ്ദേഹത്തെ ഞാൻ ഇരുത്തി സുഖമായിട്ടിരുന്ന് കുറച്ചേരം സംസാരം തുടങ്ങിയപ്പോഴേക്ക് ഭാവം മാറി. അതിക്ഷീണനായ വിവശനായ അയാൾ നല്ല സുന്ദരനായ മിടുക്കനായ നല്ലൊരു മനുഷ്യൻ, ഊർജ്ജസ്വലനായ ഒരു വ്യക്തി. ആരും താങ്ങാനും വേണ്ട, പിടിക്കാനും വേണ്ട, എന്തും വേണ്ട. ഇത് കാണുമ്പോൾ തന്നെ അത്ഭുതമല്ലേ? നമ്മളൊക്കെ അളവിലും ഇങ്ങനത്തെ സംഭവം ഉണ്ടായാലും നമ്മളും ഇതൊക്കെ കുറിച്ചു വെക്കും മഹാന്മാരെ. ഇതും വലിയൊരു അത്ഭുതമല്ലേ? ഇതെന്താ നടന്നുകൂടാൻ? ബുദ്ധിപരമായി നടന്നുകൂടാത്തതാണോ? അപ്പൊ സംഭവങ്ങൾ വിലയിരുത്തുമ്പോൾ നമ്മൾ പഠിക്കണം. അദ്ദേഹം ചരിത്രം പറയട്ടെ, ചരിത്രത്തെ പിന്നെ നിരൂപിക്കാം. ഷെയ്ഖ് തങ്ങൾ അവർ പറയുന്നു, ഈ രീതിയിൽ അദ്ദേഹത്തിൽ മാറ്റം കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ ഇപ്പത് കഥ? ഞാൻ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ടാ നിങ്ങൾ എഴുന്നേറ്റത്. ഇപ്പൊ നോക്കുമ്പോൾ അതിസുന്ദരനായ ഊർജ്ജസ്വലൻ, ഇതെന്താണ് കഥ എന്ന് ചോദിച്ചപ്പോൾ, നീ എന്നെ അറിയില്ലേ എന്ന് ചോദിച്ചു. ഇല്ല, അറിയില്ല. എന്നാൽ ഞാനാണ് ദീനുൽ ഇസ്ലാം എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാനാണ് ദീനുൽ ഇസ്ലാം. ദീനുൽ ഇസ്ലാം ഞാനായതുകൊണ്ട് ഞാനിവിടെ മരണപ്രായനായി കിടക്കുകയാണ്. ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന പോലെ ഞാൻ ചത്തു കിടക്കുകയായിരുന്നു. ചത്തു കിടക്കുന്ന, ചാകാനായി കിടക്കുന്ന എന്നെ നീയാണ് എഴുന്നേൽപ്പിച്ചതും പുനരുജ്ജീവിപ്പിച്ചതും എന്ന നിലക്ക് നീ മുഹയ്യിദ്ദീൻ ആണ്, നീ ദീനിന് ജീവൻ നൽകിയവനാണ് എന്ന് എന്നോട് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പോകുകയും ചെയ്തു, ഞാൻ ബഗ്ദാദിക്ക് വരികയും ചെയ്തു. വെള്ളിയാഴ്ച അല്ലേ? വെള്ളിയാഴ്ച പള്ളിയിലെത്തിയപ്പോൾ ആ ജുമുഅത്ത് പള്ളിയിൽ നിന്ന് ചെരുപ്പില്ലാതെയായിരുന്നു എൻ്റെ യാത്ര. പണ്ടത്തെ കാലത്തെ യാത്രയാണ്. പണ്ടത്തെ കാലത്ത് പറഞ്ഞാൽ ഷെയ്ഖ് തങ്ങളുടെ ആദ്യകാലത്തെ എല്ലാ സുഖങ്ങളിൽ നിന്നും ത്യജിച്ചുകൊണ്ടുള്ള യാത്ര, ദുർഘടമായ യാത്ര. 25 ആണ്ടോളം ചുറ്റി നടന്നോവർ, ഇരി എന്നേകൽ കേട്ടാരേ ഇരുന്നോവർ. 25 വർഷക്കാലം ഒരേ സഞ്ചാരം തന്നെ ഇരിക്കാതെ മഹാനായ ഷെയ്ഖ് തങ്ങളവർ നടത്തിയത് തൻ്റെ ജീവിതത്തിലുണ്ടെന്ന് ഷെയ്ഖ് തന്നെ തൻ്റെ ആദ്യകാലം അനുസ്മരിച്ചിട്ടുണ്ട്. ഊണില്ലാതെ ഉറക്കില്ലാതെ ഒരാണ്ടുകാലം കഴിഞ്ഞോവർ, ഒരാണ്ടുകാലം വെള്ളമില്ലാതെ തീറ്റയില്ലാതെ താൻ ജീവിച്ചിട്ടുണ്ടെന്ന് ഷെയ്ഖ് തങ്ങൾ അനുസ്മരിച്ചിട്ടുണ്ട്. ത്യാഗപൂർണമായ സംഭവബഹുലമായ അന്നേത്തെ യാത്രക്കിടയിൽ സംഭവിച്ചതായതുകൊണ്ട് അന്ന് ചെരുപ്പില്ലാത്ത തൻ്റെ മുമ്പിലേക്ക് ആദ്യം തന്നെ ഭവ്യതയോടുകൂടെ ചെരുപ്പും കൊണ്ടുവന്നിട്ട് എൻ്റെ ഒരു സുഹൃത്ത് യാ മുഹയ്യിദ്ദീൻ എന്ന് വിളിക്കുന്നത്. യാ മുഹയ്യിദ്ദീൻ എന്ന് വിളിച്ചിട്ട് എനിക്ക് ചെരുപ്പ് തരുന്നത്. ഞാൻ ഈ ചെരുപ്പ് വാങ്ങി ധരിച്ചിട്ട് എവിടുന്നേ റബ്ബേ ഈ മുഹയ്യിദ്ദീൻ എന്ന പേര്? ഇപ്പം ഞാൻ പോരുമ്പോൾ മുഹയ്യിദ്ദീൻ എന്ന് ദീന് വിളിച്ചിട്ടേ ഉള്ളൂ. ഈ പേരിതാ ആ മനുഷ്യൻ്റെ നാക്കിലൂടെ എനിക്ക് വരുന്നു. ഞാനിത് കേട്ട് പള്ളിയിൽ നിന്ന് നിസ്കരിച്ച് സലാം വീടി എല്ലാവരും ഇറങ്ങി നോക്കുമ്പോൾ പരിചയമുള്ളവരും ലോക്യക്കാരും മുഴുക്കെ യാ മുഹയ്യിദ്ദീൻ എന്ന് വിളിച്ചിട്ടാ എന്നോട് മുഴുവൻ സംസാരവും. അങ്ങനെ ഞാൻ മുഹയ്യിദ്ദീനായി മാറി എന്ന് ബഹുമാനപ്പെട്ട ഷെയ്ഖ് തങ്ങൾ അവർ പറയുമ്പോൾ, ഷെയ്ഖ് തങ്ങൾ അവർകളാണോ കള്ളൻ? തൻ്റെ അനുഭവം ഒരു ഷെയ്ഖ് വിവരിക്കുമ്പോൾ അദ്ദേഹമാണോ കള്ളൻ? അദ്ദേഹത്തിൽ നിന്ന് കൃത്യമായ സനദ് സഹിതം കിട്ടിയ റിപ്പോർട്ട് ബഹ്ജത്തുൽ അസ്റാർ എന്ന ഗ്രന്ഥത്തിൽ ഷെയ്ഖ് നൂറുദ്ദീൻ ശുക്നൂഫി വിവരിക്കുമ്പോൾ അദ്ദേഹമാണോ കള്ളൻ?
അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ ബഹ്ജയുടെ കിതാബും വിശ്വാസ്യതയും നോക്കി അതിൽ നിന്ന് ഖാലി മുഹമ്മദ് ഉദ്ധരിക്കുമ്പോൾ ഖാലി മുഹമ്മദ് എന്നവരാണോ പ്രതി? ആലോചിക്കേണ്ട വിഷയമല്ലേ? പഠിക്കാൻ കഴിയാത്തവൻ പഠിച്ചിട്ട് വിലയിരുത്തണം. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരുടെ ലോകത്ത് നടക്കുന്ന സംഭവത്തെക്കുറിച്ച് ഒരാമുഖമായ അവബോധം നമ്മൾക്ക് വേണം. അതില്ല നമ്മൾ തെറ്റിപ്പോകും. ഒന്നാമത്തെ തന്നെ എങ്ങനെ ഇവിടെ ദീന് ഒരു മനുഷ്യനായി വന്നു എന്ന് ചോദിക്കുന്നത് നിങ്ങൾ മനസ്സിലാടെ വെക്കി. അത് മനസ്സിൻ്റെ മൂട്ടുകൺ തള്ളി അവിടേക്ക് നമുക്ക് കിടക്കാം ഇൻഷാ അല്ലാഹ്. അതിലേക്ക് കടക്കുന്നതിന് മുൻപ് അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരുടെ ലോകത്തെക്കുറിച്ച് ഒരു ചെറിയ വിവരണം, ഒരു അവബോധം നമുക്കില്ലെങ്കിൽ നമ്മൾ ഒരുപാട് പറ്റിപ്പോകും. ഔലിയാക്കന്മാർ എന്ന് പറയുന്നവരും അമ്പിയാക്കന്മാരെന്ന് പറയുന്നവരും അത് തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. അമ്പിയാക്കന്മാർ പറയുന്ന മൊഴികളും അമ്പിയാക്കന്മാരുടെ ഉപദേശവും അത് കൃത്യമായി കിട്ടിയ ഒരാൾ അത് വിശ്വസിച്ചില്ലെങ്കിൽ അയാൾ കാഫിറാവും. മനസ്സിലാക്കണം. അമ്പിയാക്കന്മാരുടെ മൊഴികളും അമ്പിയാക്കന്മാർ പറയുന്ന ഉപദേശങ്ങളും ഒരു നബിയിൽ നിന്ന് നേരിട്ട് കേട്ടുകൊണ്ടോ നേരിട്ട് കേട്ടതുപോലെ ഉറപ്പ് നൽകുന്ന അനവധി ആളുകളുടെ പരമ്പരാഗതമായ തവാത്തുറായ വിവരം കൊണ്ടോ കൃത്യമായി കിട്ടിയാൽ അത് നിഷേധിക്കുന്നവൻ കാഫിറാകും, ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്തു പോകും. നേരെ മറിച്ച് ഒരു വലിയൻ്റെ സംഭവവും കഥയും അത് സംഭവമായിട്ടോ ഉപദേശമായിട്ടോ കിട്ടിയാൽ അത് നിഷേധിക്കുന്നവൻ കാഫിർ എന്ന് വിധിക്കപ്പെടുകയില്ല. ഇത് മനസ്സിലാക്കണം. ഇത് പരമാവധി മനസ്സിലാക്കൽ നമുക്ക് അനിവാര്യ. അല്ലെങ്കിൽ അഹ്ലുസുന്നത്തിൻ്റെ പേരിലുള്ളവരും കുഴങ്ങും, ബിദ്അത്തുകാരും കുഴങ്ങും. ആ കുഴക്കം ഒഴിവാക്കാൻ വേണ്ടിയാണ് തുറക്കം പറയാനേ. ഒരു വലിയൻ്റെ സംഭവമോ ഉപദേശമോ അതപ്പടി ഉറച്ചു കേട്ടാൽ തന്നെ അത് നിഷേധിച്ചവൻ കാഫിർ എന്ന് വിധിക്കപ്പെടുകയില്ല. പിന്നെന്താ വിധിക്കപ്പെടുക? കരും കള്ളനാവും, ചിലപ്പോൾ കരും പൊള്ളൻ, കരും കള്ളൻ, സത്യമായ കാര്യത്തെ വിവരിക്കുന്നവൻ, നിഷേധിക്കുന്നവൻ. ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങളിപ്പോൾ ഇരിക്കുന്നത് എവിടെയാണ്? കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാൾ അല്ലേ? അങ്ങനല്ലേ? മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിലാണ് ഇപ്പോൾ നമ്മളിരിക്കുന്നത്. മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ ഇന്നത്തെ ദിവസം നമ്മളിവിടെ കൂടിയതും സംസാരിക്കുന്നതും ഒരു സത്യമാണ്. ഈ സത്യത്തെ നമ്മൾ കോഴിക്കോട് ചെന്ന് ഇന്നലെ പറഞ്ഞപ്പോൾ ഒരാൾ നിഷേധിച്ചു. അങ്ങനെ ഒരു സംഭവം തന്നെ നടന്നിട്ടില്ല, അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ അവനെ നമ്മൾ എന്ത് വിധി എഴുതും? എന്താണ് അവനെ പറ്റി നമ്മൾ വിധി എഴുതുക? കരും കള്ളൻ എന്നല്ലേ പറയാ? കരും നിഷേധി, കരും കള്ളൻ, അടിസ്ഥാനമില്ലാതെ കള്ളൻ. എന്താ പറയുള്ളൂ? കാഫിർ എന്ന് പറയാൻ പാടില്ല. നിഷേധിച്ചത് ഉള്ള കാര്യമാണ്, സത്യമാണ്. ഈ സമയത്ത് കോൺഫറൻസ് ഹാളിൽ നേർക്കുനേർ പരിപാടി നടന്നു എന്നത് കല്ല് വെച്ച സത്യമല്ലേ? കല്ല് വെച്ച നുണാന്ന് പറഞ്ഞു ശരിയായ സത്യമല്ലേ? നിഷേധിക്കാൻ കഴിയാത്ത സത്യം. ഈ അനിഷേധിച്ച സത്യത്തെ ഒരാൾ വെറുതെ നുണാന്ന് പറഞ്ഞാൽ എന്താണ് അയാൾക്ക് പേര്? പെരും കള്ളൻ തന്നെ. ഈ പേര് പോലെയാണ് ഔലിയാന്റെ സത്യമായ മൊഴികളെയും സത്യസംഭവങ്ങളെയും നിഷേധിക്കുന്നവന്റെ പേര്. കരും കള്ളന്മാർ, കെരും പൊള്ളന്മാർ. പണ്ടത്തെ ഭാഷയിൽ ആനപ്പൊള്ളൻ എന്ന് വേണമെങ്കിൽ പറയാം. ആനപ്പൊള്ളന്മാരാണ് അവർ. അങ്ങനെ പറഞ്ഞുവിടും. എന്താണ് അതിൻ്റെ കാരണം? മഹാനായ ശൈഖ് തങ്ങൾ അവർ തന്നെ ഉപദേശിച്ചതും വിവരിച്ചതും ബഹുമാനപ്പെട്ട ഖാത്തിമത്തുൽ മുഹഖഖീൻ ഇബ്നു ഹജറിൽ ഹൈതമി റളിയല്ലാഹു അൻഹു തൻ്റെ ഫതാവൽ ഹദീസിയയിൽ സുന്ദരമായി ഉദ്ധരിക്കുന്നുണ്ട്. മഹാനർ പറയുന്നു, ശൈഖ് തങ്ങൾ അവർ പ്രസ്താവിച്ചു. മുഹയ്യിദ്ദീൻ ശൈഖിനെ ഞാൻ ശൈഖ് തങ്ങൾ എന്ന് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ശൈഖ് തങ്ങൾ അവർ പ്രസ്താവിച്ചു, നബിയും വലിയും തമ്മിലുള്ള മാറ്റം. വിലായത്ത് നിഷേധിച്ചാൽ കാഫിറാകില്ല, നുബുവത്ത് നിഷേധിച്ചാൽ കാഫിറാകും. നബിയുടെ വൃത്താന്തം നിഷേധിച്ചാൽ കാഫിറാകും, വലിയന്റെ വൃത്താന്തം നിഷേധിച്ചാൽ കാഫിറാകില്ല. എന്താണ് കാരണം? നബിയുമായി അല്ലാഹു തആല മലക്ക് മുഖേനയോ നേരിട്ടോ വഹിയായിട്ടോ സ്വപ്നത്തിലോ നേരെ സംസാരിക്കുകയാണ്. വലിയനിക്ക് കിട്ടുന്ന വിവരങ്ങളും വലിയനിക്ക് കിട്ടുന്ന പദവികളും അദ്ദേഹത്തിന് ലഭ്യമായ സ്ഥാനങ്ങളുമെല്ലാം അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ അകത്ത് ഇൽഹാമായി ഇട്ടുകൊടുക്കുകയാണ്. ഇൽഹാം ശറഇൽ എതിർപ്രമാണമായ ഒരു ഹുജ്ജത്തല്ല, എതിരാളികളെ മുട്ടിക്കുന്ന ഒരു ഹുജ്ജത്തല്ല. നേരെ മറിച്ച് നുബുവത്തും വഹയും കൃത്യമായ ഹുജ്ജത്താകുന്നു. അതുകൊണ്ട് നുബുവത്തും വഹയും നിഷേധിക്കുന്നവൻ കാഫിറാകും. വിലായത്തും വിലായത്തിന്റെ ഇൽഹാമും നിഷേധിക്കുന്നവൻ കാഫിറല്ല. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് ഔലിയാക്കളുടെയും അവരുടെ വിലായത്തിനെയും സംബന്ധിച്ച ആമുഖ വിവരം നമ്മൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് തന്നെ ഇവിടെ വെച്ച് ഞാൻ പറയട്ടെ, മുഹിയുദ്ദീൻ ശൈഖ് എന്ന ഒരാൾ തന്നെ ലോകത്ത് കഴിഞ്ഞിട്ടില്ല എന്നൊരാൾ നിഷേധിച്ചാൽ എന്താവാനാകുക? എന്താണോ എൻ്റെ വിധി? കാഫിറാവോ?